ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു മാങ്ങ മപ്പാസാണ്. അപ്പോൾ 2 മാങ്ങ ഞാൻ എടുത്ത്, നല്ല പുളിയുള്ള മാങ്ങയാണ്. അത് ഇതേ ഷേപ്പിൽ 2 എണ്ണം കട്ട് ചെയ്ത് ഞാൻ വെച്ചു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ ഈ പെരുംജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഈ മാങ്ങയിട്ട് പിടിക്കണം. നമ്മൾ മപ്പാസ് ഉണ്ടാക്കാനായിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മാങ്ങ മപ്പാസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട്. അത് തീ കത്തിച്ച് പാത്രം ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കൊല്ലമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, ഇതിൽ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മതി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ മാങ്ങയിൽ ചേർത്തിട്ടുണ്ട്, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം. ഇതിപ്പോൾ ഞാൻ ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മാങ്ങയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തിരി കുറച്ചെടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. പൊടിയൊക്കെ മൂത്ത് നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ നന്നായിട്ട് ശരിക്കും വഴറ്റണം. നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വേവണം. അപ്പോൾ കുറച്ച് നേരം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ഇടയ്ക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് അത് ചേർക്കാൻ പറ്റുള്ളൂ. മാങ്ങ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പാല് മാറ്റി വെച്ചേക്കണം. 2ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വേവണം. മൂടി വെച്ച് വേവിക്കണം. നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് വേഗം കുറുകി പോകും പാത്രത്തിലേക്ക്. അപ്പോൾ എൻ്റെ മാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറുണ്ണാനായിട്ട് നല്ല കറിയാണ് മാങ്ങ മപ്പാസ്. നല്ല പുളിയുള്ള മാങ്ങയായിരിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുകയും അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.